ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു അറിഞ്ഞപ്പോ ഞങ്ങൾ എത്രമാത്രം സന്തോഷിച്ചാന്നറിയോ? ഞാനും നിഖിലും എന്റെ അമ്മാവനൊക്കെ ചേർന്ന് കുഞ്ഞിനിടാൻ വേണ്ടി എത്രയോ പേരുകൾ ആലോചിച്ചു വെച്ചതാ. എല്ലാം വെറുതെ ആയല്ലോ മോളെ. എന്താ അമ്മ ഇത്? അമ്മയല്ലേ നിധിയെ സമാധാനിപ്പിക്കേണ്ടത്. ആ അമ്മ തന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അവൾക്ക് വിഷമം കൊടുത്തല്ലേ ഉള്ളൂ. മനഃപൂർവ്വം പറഞ്ഞതല്ല മോനെ, ഉള്ളിലെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഇവളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കല്ലോ എന്നുള്ള ആശ്വാസം ഉണ്ടായിരുന്നത്. ഇപ്പൊ അതും ഈശ്വരനായിട്ട് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാനിനി എന്താ അമ്മ ചെയ്യേണ്ടത്? ഗൗതമനൊരു കുഞ്ഞിനെ കൊടുക്കാനുള്ള ശേഷി പോലും എനിക്കില്ല. പാർവതി അമ്മയാണെങ്കിലും ഈശ്വരമംഗലത്തിന്റെ അവകാശി പേരക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷിച്ചതാ, പ്രതീക്ഷിച്ചതോ ആഗ്രഹിച്ചതുവാ. ഇപ്പൊ ഞാൻ വെറും വേസ്റ്റായി, ഒന്നിനും കൊള്ളാത്തവളായി. എല്ലാവരും പറയുന്നത് സത്യ. ഇനി ഞാൻ എന്തിനാ ഈ വീട്ടിൽ നിൽക്കുന്നത്? ഒരു മകളായോ മരുമകളായോ ഭാര്യയായോ ജീവിക്കാനുള്ള ഒരു അർഹതയും എനിക്കില്ല. ഞാനൊരു പെണ്ണയല്ല. ഒരു പാഴ്ജന്മമായി പോയി എന്റേത്. എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത്? ഇതങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. നിധി, നീ എന്തൊക്കെ പറയുന്നെന്ന് ആലോചിച്ച് നോക്ക്. കുഞ്ഞില്ലാന്ന് കരുതി അതോടെ ജീവിതം അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. മേലിൽ ഇത്രയും വർത്താനൊന്നും പറഞ്ഞേക്കരുത്. മോളുടെ വിഷമം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എനിക്ക് പോലും ഈ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മോളെ. മോനെ, എല്ലാ ടെസ്റ്റുകളും നടത്തി നോക്കിയിരുന്നല്ലോ. വേണമെങ്കിൽ നമുക്കിവളെ വേറെ ഏതെങ്കിലും ആശുപത്രി കാണിച്ചാലോ? ചിലപ്പോ ഈ ഡോക്ടർക്ക് തെറ്റിയതാണെങ്കിലോ? അഭിരാമി ഡോക്ടർ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാ. ഉറപ്പില്ലാത്ത ഒരു കാര്യവും ഡോക്ടർ പറയില്ല. ഒരുപാട് ടെസ്റ്റുകളും സ്കാനിങ്ങും ഒക്കെ നടത്തിയതിന് ശേഷമാണ് നിധിക്ക് ഒരിക്കലും ഒരു അമ്മയാവാനാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞത്. എന്നാലും ഒരു പ്രതീക്ഷ. നമുക്ക് വേറെ ഏതെങ്കിലും ആശുപത്രി കാണിക്കാം മോനെ. എന്തിനാ അമ്മ വീണ്ടും കുറെ സ്കാനിങ്ങും ചെക്കപ്പും ഒക്കെ നടത്തും? അത് കഴിഞ്ഞ് വീണ്ടും ഡോക്ടർ മുഖത്ത് നോക്കി പറയും ഞാനൊരു കഴിവ് കെട്ടവളാണെന്ന്. അതിങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കാനുള്ള മനക്കരുത്ത് എനിക്കില്ല അമ്മ. എനിക്കിപ്പോ ഒരാവശ്യമുള്ളൂ, നീ ഇങ്ങനെ കരയല്ലേ നിധി, പ്ലീസ്. കുഞ്ഞില്ലാന്ന് കരുതി നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലാതാവോ? ഇല്ലല്ലോ. എന്നും നീ എന്റെ കൂടെ തന്നെ കാണും. കരച്ചിലൊന്ന് നിർത്ത് നിധി. അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കാൻ ഒരു കുഞ്ഞു കൂടിയേ തീരുമെന്ന് നിർബന്ധമാണെങ്കിൽ അതിന് എന്തെല്ലാം വഴികളുണ്ട്, അതൊക്കെ അപ്പം ആലോചിക്കാം. നോക്കമ്മേ, ഇതിന്റെ പേരിൽ ആരും വിഷമിക്കണ്ട. നിധിയോടുള്ള എന്റെ സ്നേഹത്തിന് ഒരു കുറവും വരാൻ പോകുന്നില്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോഴാണ് എന്റെ മനസ്സിൽ ഒരല്പമെങ്കിലും ആശ്വാസം ഉണ്ടാവുന്നത്. മോളെ, ഇനി അധികം നേരം ഞാനിവിടെ നിൽക്കുന്നില്ല. ഇറങ്ങുക. പോട്ടെ ഗൗതം. ഇനിയിപ്പോ ഓട്ടോ പിടിച്ചല്ലേ പോകാൻ പറ്റൂ? റോഡിലിറങ്ങി നിന്ന് ഓട്ടോ കിട്ടും, ഞാൻ പൊയ്ക്കോളാം. അത് വേണ്ട, ഞാൻ കൊണ്ടുവിടാം. അമ്മേ
അമ്മേ, പാർവതി, ഞാൻ ഇറങ്ങട്ടെ? മോളെ, ഞാൻ ഇറങ്ങുന്നേ. നിക്ക്. ഇതെന്താ ചന്ദ്രിക തനിച്ച് തിരികെ പോകുന്നത്? മോളെയും കൂടെ കൊണ്ടുപോയിക്കോണം. ഈ കുടുംബത്തിന് ഒരനന്തര അവകാശിയെ തരാൻ കഴിവില്ലാത്ത ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോയിട്ട് ഞങ്ങൾക്കെന്താ പ്രയോജനം? ജീവിതകാലം മുഴുവൻ ചന്ദ്രികയുടെ മോളെ ഇവിടെ ഇട്ട് തീറ്റിപ്പോറ്റാൻ ഇത് അന്നദാന സത്രമൊന്നുമല്ല. ഇവൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകാനാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞതോടെ ഈ വീട്ടിലെ മരുമകൾ എന്ന ഇവളുടെ ലേബല് തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും ചന്ദ്രിക ഇവിടം വരെ വന്നതല്ലേ, വെറും കൈയോടെ പോണ്ട. വലം കൈയില് മോളെ കൂടെ പിടിച്ചോ. ഈ ശല്യം അങ്ങ് ഒഴിഞ്ഞു കിട്ടുമല്ലോ ഈശ്വരമംഗലത്തിന്. എന്തൊക്കെയാ പറയുന്നത്? കുട്ടികൾ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞ ഉടനെ താലി കെട്ടിയ പെണ്ണിനെ ഞാൻ ഉപേക്ഷിച്ച് കളയണോ? അല്ല, ഈ കല്യാണം എന്ന് പറയുന്ന പരിപാടിയെ അതിനല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയുള്ളതാ? കല്യാണം കഴിക്കണം, കുട്ടികളുണ്ടാവണം, ഭാവി തലമുറയെ സൃഷ്ടിക്കണം. ഇതിനൊക്കെ തന്നെയാ മനുഷ്യൻ ജീവിക്കുന്നതിന്റെ ലക്ഷ്യവും. ഇതിപ്പോ നിധിക്ക് അതിനൊന്നും ആവില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ തന്നെ ഇത് കൺഫേം ചെയ്ത് പറഞ്ഞതല്ലേ? ഞാനും ചോദിക്കുന്നത് അത് തന്നെയാ. കുട്ടികൾ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞ ഉടനെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറക്കി വിടണോ? അതാണോ അഭിപ്രായം? ആ, എന്റെ അഭിപ്രായം അത് തന്നെയാ. ഇറക്കി വിടണം. മര്യാദയുള്ളവരെ തനിച്ചിറങ്ങി പോണം. അതാണല്ലോ ന്യായം. ആ ന്യായമൊക്കെ ഏതെങ്കിലും കുപ്പത്തൊട്ടി കൊണ്ട് ഇറങ്ങിയേക്ക്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിധി ഞാൻ ഉപേക്ഷിക്കില്ല. ഗൗതം, നീ ഇമോഷണലായി ചിന്തിക്കുകയാണ്. ഞാൻ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ആളാണ്. ശരി, അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ നിധിക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല എന്നുള്ള സത്യം നിനക്ക് വിവാഹത്തിന് മുൻപേ അറിയായിരുന്നെങ്കിൽ നീ ഇവളെ വിവാഹം കഴിക്കുമായിരുന്നോ? ഇപ്പൊ നീ കാണിക്കുന്ന സ്നേഹത്തിന്റെ ആവേശം ഉണ്ടല്ലോ,